വിവിധ വേദികളിലായി കടുത്ത മത്സരമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ദിവസം 25 വേദികളിലായി 249 മത്സര ഇനങ്ങൾ. 15,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ആവേശകരമായിട്ടുള്ള ജില്ലകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. സൂര്യഗായത്രി ഉണ്ട് വിശേഷങ്ങളുമായിട്ട്. സൂര്യഗായത്രി, ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് രണ്ടാമത്തെ ദിവസം അവിടുത്തെ വിശേഷങ്ങൾ? അതിന് ഞാൻ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ നിള MDക്ക് പുറത്ത് തന്നെയുണ്ട്. വേദിക്കകത്ത് ഭയങ്കര മത്സര ചൂടാണ്. കുട്ടികളും ടീമും ഒക്കെ ഒന്നിനൊന്ന് മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തും ഭയാനകമായ ചൂടാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മാത്രമല്ല, പുറത്ത് ആഗമനം അനുഭവപ്പെടുന്നത്. നമുക്ക് നോക്കാം. ചൂടാണോ? ചൂടിന്നൊരു ക്ഷമ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങി കുടിക്കുക. മത്സരത്തിന് കുട്ടികളായിട്ട് വന്നതാ? ഏതായിരുന്നു? ഒപ്പന. കഴിഞ്ഞു? ഒപ്പന ഇല്ല, കഴിഞ്ഞിട്ടില്ല. 2 മണിക്കാണ്. കുട്ടികളെപ്പോ എവിടെയാ? ഇത് സ്റ്റേജിന് ബാക്കിലുണ്ട്. കണ്ണൂരിന്ന്. നമ്മുടെ സംസ്ഥാന യുവരാജ് കമ്മീഷണർ ഒപ്പന കാണാൻ വേണ്ടി വന്നിട്ട് കുട്ടികളോട് നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള സെഷനിലേക്കാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരു കവറേജ് ഇവിടെ നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഭയങ്കര ചൂടാണ്. ആ ചൂടിൽ നിന്ന് ഒരു താൽക്കാല ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഐസ്ക്രീമും അതുപോലെ തന്നെ തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണാൻ കഴിയുന്നത്. കുഴപ്പമില്ല, നല്ല ചൂട്. നല്ല ചൂടാ. ഐസ്ക്രീം കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും. ചൂടെങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂടാ. ഐസ്ക്രീം ആശ്വാസം കിട്ടുന്നുണ്ട്. മത്സര ചൂട് എങ്ങനെയുണ്ട്? മത്സരം ഗംഭീരം. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കളിക്കുന്നോടെയുണ്ട്. കുട്ടികളായിട്ട് വന്നതാണോ? അല്ല, ഞാൻ കാണാൻ ജസ്റ്റ് വന്നതാണ്. കലോത്സവം കാണാൻ വന്നതാ? എവിടെ ഷൊർണൂരിൽ നിന്ന് കലോത്സവം കാണാൻ തലസ്ഥാനത്ത് എത്തിയതാ? എല്ലായ്പ്പോഴും വരാറുണ്ടോ? മിക്കവാറും സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. തലസ്ഥാനത്തെ കലോത്സവം എങ്ങനെയുണ്ട്? തലസ്ഥാനത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതെനിക്ക് ആദ്യത്തിനാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഇവിടുത്തെ എല്ലാ ആളുകളും തന്നെ നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷനും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. നല്ലൊരു അനുഭവമാണ്, വേറിട്ടൊരനുഭവം തന്നെയാണ്. ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് കലോത്സവം കാണാൻ എത്തിയിരിക്കുന്ന ചേട്ടന്മാരാണ്. ഹലോ, സൂര്യഗായത്രി, തലസ്ഥാനത്തെ ഇന്നലെ ഒരു മഴയൊക്കെ പെയ്തെങ്കിലും ചൂടിനൊട്ടും കുറവില്ല അല്ലേ? ഒരു കുറവുമില്ല അതിര. ആ മഴ പെയ്തുകൊണ്ട് പൊടി ഒരല്പം കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ചൂടിനൊരു കുറവുമില്ല. പക്ഷേ നമ്മുടെ ഈ സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്ത് മറ്റ് വേദികളെ വെച്ച് നോക്കുകയാണെങ്കിൽ പകൽ സമയത്ത് നല്ല കാലാവസ്ഥയാണ്, ഒരു തണുത്ത അന്തരീക്ഷമാണ്. അത് ഒരു 4 മണിക്ക് ശേഷവും നല്ല കാലാവസ്ഥയാണ്. അതിനിടയ്ക്കുള്ള ഈ ഒരു സമയം അത് മറികടക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒപ്പന കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർ ആകെ ആടയാഭരണമൊക്കെ അണിഞ്ഞ് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ്. ഈ ചൂടും കൂടി ആവുമ്പോൾ കുട്ടികൾ കുറച്ചധികം വിഷമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലായ്പ്പോഴും കലോത്സവങ്ങളിൽ അത് കാണാറുള്ളതാണ്. എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കേരള പോലീസ് അസോസിയേഷൻ അതുപോലെ തന്നെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കലാപ്രതിഭകൾക്ക് ഇത്തരത്തിൽ ഐസ്ക്രീമും അതുപോലെ തന്നെ അവർക്ക് വേണ്ട തണുത്ത വെള്ളമൊക്കെ നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങി കഴിക്കാവുന്ന, ഫ്രീ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ചൂട് സമയമായതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഐസ്ക്രീം കഴിച്ച് ചൂടിൽ നിന്നൊരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി എത്തുന്നവരാണ് ഇവിടെ ഒക്കെ ഉള്ളത്. നമ്മുടെ കേരള പോലീസ് ടീമായാലും മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ള ടീമായാലും മത്സരിക്കാൻ എത്തുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ ഒപ്പം വരുന്നവർക്കും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി ഇവിടെ പൂർണ്ണ സജ്ജരായിട്ട് നിൽക്കുന്നുണ്ട്. സാർ, ചൂട് ഭയങ്കരമാണോ? ചൂട് ഭയങ്കരമാണോ? ചൂടുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര തിരക്ക് ഐസ്ക്രീം വാങ്ങാൻ. നല്ല തിരക്കുണ്ട്. കലോത്സവം പരിപാടികൾ ഏതെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുന്നുണ്ട്. കുഴപ്പമില്ല സാർ, അവരൊക്കെ ഡ്യൂട്ടിയിലായതുകൊണ്ടാണ്. എന്തായാലും കലോത്സവം എല്ലാ വേദികളിലും വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ അത് പുരോഗമിച്ച് വരികയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒപ്പന മത്സരമാണ്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാടകം കാണാൻ പുറത്തു നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. സ്കൂൾ കലോത്സവത്തിലെ നാടകങ്ങളുടെ ടോപ്പിക്കുകൾ, വിഷയങ്ങൾ അത് എപ്പോഴും ഒരു വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ്. സാമൂഹിക പ്രശ്നങ്ങളെ കൂടുതൽ വിപുലമാക്കി കാണിച്ച് അല്ലെങ്കിൽ സാമൂഹിക
പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള നാടകങ്ങളും അതുപോലെ തന്നെ മറ്റ് മോണോ ആക്ടുകളായാലും ഒക്കെ തന്നെ അത് കാണുന്നതിന് വേണ്ടി കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാടകവേദി ഇപ്പോൾ തന്നെ കാണികളെ കൊണ്ട് നിറഞ്ഞു എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. നാടകം നടക്കുന്നുണ്ട്, മറ്റ് ചാക്യാർകൂത്ത് മത്സരങ്ങളൊക്കെ തന്നെ ഇന്നും നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വേദികളിൽ പുരോഗമിച്ചു വരുന്നു. നമ്മുടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും പൂർണ്ണ പങ്കാളിത്തം. അതിപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ കൂടിയും എല്ലാവരും തിരുവനന്തപുരത്തെ കലോത്സവം നടക്കുന്നു, അത് പൂർണ്ണ വിജയകരമായി മാറ്റാനുള്ള സജ്ജീകരണങ്ങളും അവർക്ക് നൽകാൻ കഴിയുന്ന സഹായമൊക്കെ നൽകുന്നുണ്ട്. നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്, അവർ കുട്ടികളെ പല വേദികളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഫ്രീ ആയിട്ട് ഓട്ടോ നൽകുന്നവരും സാധാരണ വാങ്ങുന്നതിനേക്കാൾ കുറച്ച് പൈസ വാങ്ങി അത്തരത്തിൽ കുട്ടികളെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് എത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യനും കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഇത്തരത്തിൽ കാലാവസ്ഥ ഉണ്ടാക്കുന്ന ചെറിയ പ്രതിസന്ധികളൊക്കെ തന്നെ മറികടക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് മറികടക്കുന്നതിന് വേണ്ടി മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എന്തായാലും വളരെ ഗംഭീരമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ 2ാം ദിവസമാണ്. പ്രധാനപ്പെട്ട ഒപ്പന അടക്കമുള്ള പരിപാടികൾ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. പൂരക്കളി അടക്കമുള്ള പരിപാടികൾ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. മത്സരത്തിന് വന്നതാണോ? അല്ല മത്സരത്തിന് വന്നതാണോ? അല്ല കാണാം. നാടെവിടെയാ? കൊഞ്ചിരവിള മണക്കാട് മണക്കാട്. മണക്കാട് കണ്ടിട്ട് ഒപ്പനയൊക്കെ കണ്ടോ? പിന്നെ കാണാൻ പോകുന്നേ ഉള്ളൂ. ഏത് മത്സരം കണ്ടു? ഒന്നും കണ്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ആണോ? ഇപ്പൊ എല്ലാം കൂടി കറങ്ങിയിട്ട് ഇനി കാണണം. ഏത് പാട്ടെന്തേലും പാടോ? രണ്ടുപേരും പാടില്ല. ചൂടാണോ ഭയങ്കരമായിട്ട്? ചൂട്. ഐസ്ക്രീം ഒക്കെ അലിഞ്ഞു പോകുന്നു. കഴിച്ചോ? കയ്യിലിരിക്കുമ്പോ തന്നെ ഐസ്ക്രീം ഒക്കെ അലിഞ്ഞു പോവുക. എന്തായാലും ആതിര ഒരുപാടുണ്ട്. അതുപോലെ